നിങ്ങളും കണ്ടു കാണുമല്ലോ റിവ്യൂസൊക്കെ. ഇപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. പക്ഷേ എല്ലാവരും റിവ്യൂസ് മാത്രം കണ്ടിട്ട് സിനിമ കൂടി ആൾക്കാരിലേക്ക് വരണമെന്ന് പറയാണ്. ഇപ്പോൾ സോൾഡ് റിവ്യൂസിന്റെ രാജാക്കന്മാരൊക്കെ നമുക്ക് വളരെ ഒത്തിരി സന്തോഷമുണ്ട്. അവരോടൊക്കെ താങ്ക്സ് പറയുന്നുണ്ട്. ചെറിയ സിനിമ ആയതുകൊണ്ട് അവർ കണ്ടാലും ചിലപ്പോൾ റിവ്യൂ ഇടുമോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഒറിജിനാലിറ്റി നല്ല ആക്ടിയാണെന്ന് തോന്നില്ല, ജീവിക്കുകയാണെന്ന് തോന്നുന്നു. ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോൾ എത്ര ഹമ്പിളായിട്ട് വലിയ പാവൊന്നുമില്ല, എത്ര ഹമ്പിളായിട്ടാണ് പെരുമാറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് പിന്നെ വേറൊരു പടം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സാജുവിൻ്റെ ഫുള്ള് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ആ പടം ഇരുന്ന് കണ്ടിട്ട് കയ്യടിച്ചിട്ട് ഫുള്ള് മോനായിരുന്നല്ലോ. ഭരതനാട്യമാണോ? മേബി നല്ല അഭിപ്രായമാണ് കേട്ടോ. നല്ല ആക്ടറാണ്, നല്ല എന്തൊക്കെ പറയുന്നത്, നല്ല ഓൾറൗണ്ടറാണ്. ഏത് വേഷം കിട്ടിക്കഴിഞ്ഞാലും അത് അതിൻ്റെതായ നോക്കിയിട്ട് സഹിതം നിങ്ങൾ പോയി കാണുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ ഈ വർഷം ഇറങ്ങിയ എല്ലാ പടത്തിലും ചേട്ടൻ ഉണ്ടെന്നാണ് ഒരു ഭയങ്കര റിപ്പോർട്ട് വരുന്നത്. അങ്ങനെ ഞാനും കേട്ടു. എന്തായിരുന്നു, എനിക്കൊരു 5-6 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അല്ല, അത് യാദൃശ്യമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. നമ്മൾ എല്ലാ പടങ്ങളും അഭിനയിക്കുമ്പോൾ അത് ഹിറ്റാണെന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ അഭിനയിക്കുന്നത്. പിന്നെ ചില പടങ്ങൾ വർക്കൗട്ട് ആവില്ല, ചില പടങ്ങൾ തിയേറ്ററിൽ തന്നെ വലിയ ഹിറ്റാവും. ചില പടങ്ങൾ ഇപ്പം ഭരതനാട്യമൊക്കെ പോലത്തെ പടങ്ങൾ തിയേറ്ററിൽ വർക്കായില്ല, പക്ഷേ OTT വൻ ബ്ലോക്ക് ബസ്റ്ററായി. പല്ലൂട്ടി പോലത്തെ ചെറിയ പടങ്ങൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരു വലിയ പടമായി മാറ്റി. അതേപോലെ ശ്രീകുട്ടനെ അനുഗ്രഹിക്കുക. ശ്രീകുട്ടനും ഒരു പല്ലൂട്ടി ചിൽഡ്രൻസ് മൂവിയാണ്, ഇതും ചിൽഡ്രൻസ് മൂവിയാണ്. പക്ഷേ രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ്. ഇപ്പോൾ പല്ലൂട്ടി കണ്ടവരവർക്കും ഇത് പല്ലൂട്ടി പോലത്തെ ഒരു സിനിമയാണ്, പല്ലൂട്ടി പോലത്തെ ഒരു സിനിമയല്ല. ഇത് വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ഭയങ്കര സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നൊരു സിനിമയാണ്. അതുകൂടാണ്ട് ഇതിൻ്റെ അകത്ത് ക്ലൈമാക്സിൽ ഒരു എന്താ പറയുക, ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു പുതുമ. അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നമുക്കുപോലും തോന്നിപ്പോകുന്ന ഒരു പുതുമയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ ഒരു സ്കൂളിൽ അത് അപ്ലൈയും ചെയ്തു, അത് അവർ അവിടെ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം വന്നാൽ ഫ്രണ്ട് ബെഞ്ചേഴ്സ്, ബാക്ക് ബെഞ്ചേഴ്സ്, മിഡിൽ ബെഞ്ചേഴ്സ് എന്നൊക്കെയുള്ളൊരു സംഭവം അത് മാറിക്കും. നമുക്ക് എപ്പോഴും പേരുദോഷമാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇപ്പം ഓരോ ഇൻ്റർവ്യൂസിൽ പോകുമ്പോഴത്തേക്കും കുട്ടിക്കാലത്തെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് പലരും ചോദിക്കാറുണ്ട്, നിങ്ങളൊരു ഫ്രണ്ട് ബെഞ്ചറായിരുന്നോ അതോ ബാക്ക് ബെഞ്ചറായിരുന്നോ? പക്ഷേ ഈ ഒരു സാധനം അപ്ലൈ ചെയ്താൽ പിന്നെ ഈ ചോദ്യം ഇനിയുള്ള തലമുറയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതാണ് സാധാരണഗതിയിൽ ബാക്ക് ബെഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ബാക്ക് ബെഞ്ചേഴ്സൊക്കെ ഉഴപ്പന്മാരും ഫ്രണ്ട് ബെഞ്ചേഴ്സ് പഠിപ്പിസ്റ്റുകളുമാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ പഠിക്കുമ്പോഴൊക്കെ ബാക്ക് ബെഞ്ചേഴ്സിൽ മെറിറ്റിൽ വന്ന പല പയ്യന്മാരുണ്ട്. ഇപ്പോൾ അവർ US-ലും നാസയിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ബാക്ക് ബെഞ്ചേഴ്സിനെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാറ്റഗറൈസ് നമുക്ക് ചെയ്യാണ്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ല. അപ്പോൾ ആ ഒരു മെസ്സേജും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് സൂര്യനെ വിളിക്കണം.